ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ദ വയലറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജർമ്മൻ പോയറ്റായിട്ടുള്ള ഗോയിത എഴുതിയ ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. അപ്പോൺ ദ മേഡ് എ വയലറ്റ് സ്റ്റൂഡ്. ഒരു മെഡോയിൽ, ഒരു പുൽമേടിൽ ഒരു വയലറ്റ് നിൽക്കുന്നു. വയലറ്റ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വയലറ്റ് നിറമുള്ളൊരു ഫ്ലവറാണ്. നിലത്തിൽ നിന്ന് അധികം ഉയരത്തിലൊന്നും വളരാത്ത ചെറിയ ചെടിയിലുണ്ടാവുന്ന ചെറിയൊരു വയലറ്റ് ഫ്ലവർ, അതിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. റിട്ടയറിങ് ആൻഡ് ഓഫ് മോഡസ്റ്റ് മൂഡ്. വളരെ ശാന്തമായിട്ട് അതവിടെ നിൽക്കുകയാണ്. മോഡസ്റ്റ് മൂഡ്, വളരെ സൗമ്യമായിട്ടുള്ള ഭാവമാണ് ആ ഫ്ലവറിനുള്ളത്. ഇൻ ട്രൂത്ത് എ വയലറ്റ് ഫെയർ. സത്യത്തിൽ അല്ലെങ്കിൽ ശരിക്കും അതൊരു ഫെയർ വയലറ്റ് ആണ്. അതായത് നല്ലൊരു ഫ്ലവറാണത്. നല്ല സൗന്ദര്യമുള്ള, നല്ല സൗമ്യമായിട്ടുള്ളൊരു ഫ്ലവർ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ദെൻ കെയിം എ യൂത്ത്ഫുൾ ഷെഫേഡസ്. അപ്പോഴാണ് അതുവഴി ഒരു ഷെഫേഡസ്, ഒരു ഇടയ യുവതി കടന്നു വരുന്നത്. ആടുകളെയൊക്കെ മേയ്ക്കുന്ന ഒരു യുവതി അതിലൂടെ കടന്നു വരുന്നു. ആൻഡ് റോംഡ് വിത്ത് സ്പ്രൈറ്റ്ലി ജോയസ്നെസ്. വളരെ ജോയ്ഫുൾ ആയിക്കൊണ്ടാണ് ഈ ഒരു യുവതി അതിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. ആൻഡ് ബ്ലൈറ്റ്ലി വൂഡ് വിത്ത് കരോൾസ് സ്വീറ്റ് ദി എയർ. ഇങ്ങനെ നടന്നു വരുന്ന ആ യുവതി ബ്ലൈറ്റ്ലി വൂഡ്, വളരെ അലസമായിക്കൊണ്ട് ഇങ്ങനെ പാടുകയാണ്. മൂളിപ്പാട്ടും മറ്റൊക്കെ ഇങ്ങനെ വളരെ അലസമായിട്ട് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പാടിക്കൊണ്ടാണ് ആ ഒരു യുവതി കടന്നു വരുന്നത്. വിത്ത് കരോൾസ് സ്വീറ്റ് ദി എയർ. പോയിട്ട് പറയുന്നത് ആ ഒരു പാട്ട് കൊണ്ട് അവിടെയുള്ള എയർ, അവിടെയുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം മധുരമായി മാറുന്നു എന്നാണ്. അങ്ങനെ നമ്മളിവിടെ കാണുന്നത് ഒരു വയലറ്റ് ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു യുവതി അതിലൂടെ കടന്നു വരുന്നു. ഓ തോട്ട് ദ വയലറ്റ്, ഹാഡ് ഐ ബീൻ ഫോർ ബട്ട് ദ സ്മോളസ്റ്റ് മൊമെൻറ്റ് ഈവൻ നാച്ചേഴ്സ് മോസ്റ്റ് ബ്യൂട്ടിയസ് ഫ്ലവർ. അപ്പോൾ ആ ഫ്ലവർ ചിന്തിക്കുന്നത്, ഒരു നിമിഷത്തിലേക്കെങ്കിലും, ഒരു ചെറിയ നിമിഷത്തേക്കെങ്കിലും ഞാൻ ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പുഷ്പമായിരുന്നെങ്കിൽ എന്നാണ്. ടിൽ ഗാദേർഡ് ബൈ മൈ ലവ് ആൻഡ് പ്രസ്ഡ് വെൻ വേറി ഗെയിൻസ്റ്റ് ഹെർ ജെന്റിൽ ബ്രസ്റ്റ് ഫോർ ഈവൻ 1/4 of an hour. എന്നിട്ട് ഈ ഫ്ലവർ ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ ഒരു നിമിഷത്തേക്കെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പുഷ്പമായിരുന്നെങ്കിൽ. മൈ ലവ്, എൻ്റെ സ്നേഹം, എൻ്റെ പ്രണയം എന്നെ എടുക്കുമായിരുന്നു. അതായത് ഈ കടന്നു വരുന്ന യുവതി ആ പൂ എടുക്കുമായിരുന്നു. എന്നിട്ട് അവൾ ദുഃഖിതയാവുന്ന സമയത്ത് ഈ പൂവിനെ മാറോട് ചേർക്കുമായിരുന്നു. ഫോർ ഈവൻ 1/4 of an hour. ഒരു മണിക്കൂറിൻ്റെ 4/1, അതായത് കുറച്ച് മിനിറ്റുകൾക്ക്, കുറച്ച് നിമിഷങ്ങൾക്കെങ്കിലും വേണ്ടി മാത്രം ഇത് സംഭവിച്ചാലും ഈ ഒരു ഫ്ലവർ ഒരുപാട് സന്തോഷിക്കുമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ യുവതി കടന്നു വരുന്ന സമയത്ത് ഈ യുവതിയെ കുറിച്ചിട്ടാണ് ഈ ഫ്ലവർ ചിന്തിക്കുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും ലോകത്തിലെ അതിമനോഹരമായിട്ടുള്ള പുഷ്പമായിട്ട് മാറിയിരുന്നെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും ഈ പുഷ്പത്തെ ആ യുവതി മാറോട് ചേർത്തിരുന്നെങ്കിൽ എന്ന് ഈ ഫ്ലവർ ആഗ്രഹിക്കുകയാണ്. അല്ലാസ് അല്ലാസ് ദ മേഡ് യു നായ്. അയ്യോ കഷ്ടം, ആ യുവതി ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ദ വയലറ്റ് ഫെയിൽ ടു മീറ്റ് ഹെർ ഐ. പക്ഷേ ഈ വയലറ്റ് ഫ്ലവറിനെ അവൾ ശ്രദ്ധിക്കുന്നില്ല, അവളുടെ കണ്ണിൽ പെടുന്നില്ല ഈ ഫ്ലവർ അവിടെ നിൽക്കുന്നത്. ഷീ ക്രഷ് ദ വയലറ്റ് സ്വീറ്റ്, ഇറ്റ് സാങ് ആൻഡ് ഡൈഡ്. അവൾ ശ്രദ്ധിക്കാതെ അതിൽ നടന്നു പോകുമ്പോൾ ആ ഒരു ഫ്ലവറിനെ അവൾ ചവിട്ടുന്നു. അങ്ങനെ ആ സ്വീറ്റ് ആയിട്ടുള്ള വയലറ്റ് ഫ്ലവർ അവിടെ മരിച്ചു പോവുകയാണ്. യെറ്റ് മർമേർഡ് നോട്ട് ആൻഡ് ഇഫ് ഐ ഡൈ ഓ ഹാപ്പി ലോഡ് ഫോർ ഹെർ ഐ ഡൈ ആൻഡ് അറ്റ് ഹെർ വെരി ഫീറ്റ്. പക്ഷെ ഇങ്ങനെ മരിച്ചു പോകുമ്പോഴും ആ വയലറ്റ് ഫ്ലവർ പറയുന്നത്, ഞാൻ മരിക്കുകയാണെങ്കിലും അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ മരിക്കുന്നത്, അവളുടെ കാൽച്ചുവട്ടിലാണല്ലോ ഞാൻ മരിക്കുന്നത് എന്നാണ് ഈ ഫ്ലവർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സൗന്ദര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ സൗന്ദര്യമുള്ളതും ഗുണമുള്ളതുമായിട്ടുള്ളതുണ്ട്.
പക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിലോ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ അത് ആസ്വദിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശമാണ് ഈ പോയത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പോയം എന്നുള്ള രീതിയിൽ പല രീതിയിൽ അതിനെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അതായത് ഒരു കാമുകൻ്റെ ഹൃദയം തകർന്നു പോകുന്നതായിട്ട് നമുക്കിതിനെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പൊതുവിൽ നമുക്കിതിൻ്റെ ഒരു തീമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ലോകത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൊരു ദുരന്തത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പോയിറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബ്യൂട്ടി? പോയിറ്റിന് സൗന്ദര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ദ പോയിറ്റ് വാല്യൂസ് ഡെലിക്കറ്റ് ഹിഡൻ ബ്യൂട്ടി വിച്ച് ആർ ഓഫ്റ്റൻ ഓവർലുക്ക്ഡ്. നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് പോയിറ്റ് വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ആരാലും കാണപ്പെടാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചെറിയ സൗന്ദര്യങ്ങളെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ വയലറ്റ് ഫ്ലവറിനെ ഈ പോയിറ്റ് പ്രധാനമാക്കി എടുക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൗ ഡസ് ദ വയലറ്റ് വ്യൂ ഇറ്റ് സെൽഫ്? ഇനി എങ്ങനെയാണ് വയലറ്റ് സ്വയം വീക്ഷിക്കുന്നത്? ദ വയലറ്റ് വ്യൂസ് ഇറ്റ് സെൽഫ് വിത്ത് മോഡസ്റ്റി. ഒന്ന്, അത് വളരെ സൗമ്യതയോട് കൂടിയിട്ടാണ് സ്വയം വീക്ഷിക്കുന്നത്. അതായത് യുവതി വരുന്ന സമയത്ത് എനിക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ പറയുന്നത്. അങ്ങനെ ഒരു വിനയത്തിൻ്റെ ഭാവമുണ്ട്. ആൻഡ് ലോങ്ങിങ്, പിന്നെ അതിന് ആഗ്രഹമുണ്ട്. ഡിസയറിങ് ടു ബി അഡ്മയർഡ് ആൻഡ് ചെറിഷ്ഡ്, അതിനെ ഇഷ്ടപ്പെടണം, അതിനെ ആരാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനുണ്ട്. ഈവൻ ഫോർ എ ബ്രീഫ് മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്കെങ്കിലും ആണെങ്കിലും ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട്. വൈ ഹാസ് ദ ഷെഫേർഡ്സ് ക്രഷ് ദ വയലറ്റ്? ഇനി എന്തുകൊണ്ടാണ് ഈ യുവതി ഈ വയലറ്റ് ഫ്ലവറിനെ ക്രഷ് ചെയ്യുന്നത്? ദ ഷെഫേർഡ്സ് ക്രഷസ് ദ വയലറ്റ് ആക്സിഡൻ്റലി ബിക്കോസ് ഷീ ഫെയിൽസ് ടു നോട്ടീസ് ഇറ്റ്. അത് നടന്നു പോകുന്ന വഴിയിൽ ആ ഫ്ലവറിനെ കാണാത്തത് കൊണ്ടാണ് ആക്സിഡൻ്റലി അതിനെ ക്രഷ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേറ്റിംഗ് ദി അൺഇൻറ്റൻഷണൽ ഹാം ദാറ്റ് ക്യാൻ ബിഫോൾ ബ്യൂട്ടി ഇൻ എ ബസ്റ്റ്ലിംഗ് വേൾഡ്. അതായത് ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഇത്തരം എന്തെല്ലാം ചെറിയ ചെറിയ സൗന്ദര്യങ്ങളാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളൊരു തീമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ദ തീം ഓഫ് ഡിസിൻജാൻമെൻറ്റ്. ഡിസിൻജാൻമെൻറ്റ് എന്ന് പറയുന്നത് മോഹഭംഗം എന്നുള്ള ഒരു സങ്കല്പമാണ്. അതെങ്ങനെയാണ് ഈ കവിതയ്ക്കകത്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ലോസ് ഓഫ് ഇന്നസെൻസ്. ദ പോയം കോൺട്രാക്ട്സ് വയലറ്റ്സ് ഇന്നസെൻറ്റ് ക്വയറ്റ് എക്സിസ്റ്റൻസ് വിത്ത് അൺഇൻറ്റൻഷണൽ ക്രൂവൽറ്റി ഓഫ് ദ ഷെഫേർഡ്സ്. അപ്പോൾ നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയുന്നത് വയലറ്റിൻ്റെ ഇന്നസെൻസ്, അതിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ശാന്തമായിട്ടുള്ളൊരു നിലനിൽപ്പുമാണ്. അതേസമയത്ത് ഈ ഷെഫേർഡ്സിൻ്റെ ഭാഗത്തുള്ള ക്രൂവൽറ്റി അത് അൺഇൻറ്റൻഷണൽ, അറിഞ്ഞുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിലും നമ്മളവിടെ കാണുന്നുണ്ട്. ദിസ് ഹൈലൈറ്റ്സ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ് ദാറ്റ് ക്യാൻ ഷാറ്റർ സിമ്പിൾ ജോയ്സ്. അതായത് ഈ ലോകത്തിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റിയാണ്, നമ്മുടെ ലളിതമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ തകർക്കപ്പെടും എന്നുള്ള ഒരു തീമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇംപെർമനൻസ് ഓഫ് ബ്യൂട്ടി. അടുത്തത് സൗന്ദര്യത്തിൻ്റെ ക്ഷണികത, അല്ലെങ്കിൽ അത് എല്ലാ കാലവും നിലനിൽക്കില്ല എന്നുള്ളത്. ദ ക്രഷ്ഡ് വയലറ്റ് സിംബലൈസസ് ദ ഫ്രെജിലിറ്റി ആൻഡ് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി. അതായത് ഈ വയലറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്പൈറ്റ് ഇറ്റ്സ് ഇൻറ്റൻസിക് വാല്യൂ ഇറ്റ് ഈസിലി ഗോസ് അൺനോട്ടീസ്ഡ് ആൻഡ് ഡിസ്റിഗാർഡഡ്, ലീഡിങ് ടു എ സെൻസ് ഓഫ് ഡിസിൻചാൻമെൻറ്റ് വിത്ത് ദ വേൾഡ്സ് അപ്രിസിയേഷൻ ഓഫ് ബ്യൂട്ടി. മറ്റൊന്ന്, ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നിട്ടും അതിലൂടെ കടന്നു പോകുന്ന യുവതി അതിനെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ ആ പുഷ്പം പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വാല്യൂ ഉണ്ടായിട്ടും പലപ്പോഴും ലോകം അത് ശ്രദ്ധിക്കാതെ പോകുമെന്നുള്ള ഒരു ഡിസിൻജാൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മോഹഭംഗത്തിൻ്റെ ഒരു തീം കൂടി നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. സബ്ജക്റ്റിവിറ്റി ഓഫ് പെർസെപ്ഷൻ. ദ ഷെഫേർഡ്സ് എൻജോയ്മെൻറ്റ് ഓഫ് നേച്ചർ ഓവർലുക്സ് ദ വയലറ്റ്സ് എക്സിസ്റ്റൻസ്. ഈ യുവതി ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവൾ കാണുന്നുണ്ട്, പക്ഷേ ഈ വയലറ്റിനെ ശ്രദ്ധിക്കുന്നില്ല. ഡെമോൺസ്ട്രേറ്റിംഗ് ഹൗ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ് ക്യാൻ ബ്ലൈൻഡ് us to a hidden beauty and lead to unintentional destruction. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ കാരണം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മാത്രം കാണുകയും ചില കാര്യങ്ങൾ മാത്രം കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഈ വയലറ്റിനെ പോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു തീം കൂടി അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷെഫേർഡ്സ് ആൻഡ് ദ വയലറ്റ്. ഈ ഒരു ഫ്ലവറും ഈ ഒരു യുവതിയും തമ്മിൽ റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷെഫേർഡ്സ് ആൻഡ് ദ വയലറ്റ് ഈസ് വൺ സൈഡഡ്.
അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആക്ച്വലി വൺ സൈഡഡ് ആണ്. കാരണം വയലറ്റ് മാത്രമാണ് ഈ ഒരു യുവതിയെ നോക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും ആ യുവതി അറിഞ്ഞിട്ടില്ല. ഇത് വയലറ്റ് അഡ്മയറിങ് ആൻഡ് ലോങ്ങിങ് ഫോർ ദ ഷെഫേർഡ്സ് അറ്റൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യുവതി തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ഈ വയലറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. The shepherd remains unaware of the violet's existence until she accidentally crushes it, emphasizing the disconnect between them. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൺ സൈഡഡ് ആണ്. ഈ ഒരു ഫ്ലവറിനെ ആക്സിഡൻ്റലി ചവിട്ടുന്നത് വരെ ആ ഒരു ഫ്ലവർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും അവൾ അറിഞ്ഞിട്ടില്ല. The shepherdess represents humanity's ability to overlook small, delicate wonders due to our focus on bigger or more obvious things. അപ്പോൾ ഇതൊരു സിംബോളിസമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു യുവതി നമ്മൾ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരം ചെറിയ ചെറിയ സന്തോഷങ്ങളും സൗന്ദര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നത് എന്നുള്ളതാണ് അവിടെ സിംബലൈസ് ചെയ്യപ്പെടുന്നത്. ദിസ് ഹൈലൈറ്റ്സ് എ തീം ഓഫ് അപ്രിസിയേഷൻ ഫോർ സബ്റ്റിൽ ബ്യൂട്ടി. ഇത്തരം ചെറിയ സന്തോഷങ്ങൾ, ചെറിയ സൗന്ദര്യങ്ങൾ നമ്മൾ ആസ്വദിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അവിടെ കാണുന്നത്. Despite the lack of direct interaction, the violet's devotion to the shepherdess is evident in its willingness to sacrifice itself for her happiness. ഇനി അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും വൺ സൈഡഡ് ആണെങ്കിലും ഈ വയലറ്റിന് അത്രയേറെ അഫെക്ഷൻ ഉണ്ടായിരുന്നുള്ളതാണ് അവസാന വരികളിൽ നമ്മൾ കാണുന്നത്. അതായത് മരിക്കുകയാണെങ്കിലും അവളുടെ കാൽച്ചുവട്ടിലാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആ വയലറ്റ് മരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ പോയത്തിനകത്ത് ഇവർ രണ്ടുപേരും നമ്മുടെ റിലേഷൻസ് അവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അനലൈസിങ് ഗോയിദേഴ്സ് പോയറ്റിക് ഐഡിയോളജി. ഈ കവിതയിൽ നിന്ന് നമുക്ക് പോയറ്റിൻ്റെ ഐഡിയോളജി എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നേച്ചർ ആൻഡ് ബ്യൂട്ടി. ദ പോയം റിഫ്ലെക്ട്സ് ഗോയിദേഴ്സ് അപ്രിസിയേഷൻ ഫോർ നേച്ചേഴ്സ് ഇൻഹറൻറ്റ് ബ്യൂട്ടി, എസ്പെഷ്യലി ഇൻ ഇറ്റ് സ്മോൾ അൺനോട്ടീസ്ഡ് എലിമെൻറ്റ്സ്. അപ്പോൾ പ്രകൃതിയെയും പ്രകൃതിയുടെ സൗന്ദര്യത്തെയും വിലമതിക്കുന്ന പോയിറ്റാന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ചും അതിലെ ചെറിയ ചെറിയ സൗന്ദര്യങ്ങളെ ഈ വയലറ്റിൽ കാണുന്നത് പോലെ. ദ വയലറ്റ് സിഗ്നിഫൈസ് ദ വാല്യൂ ഓഫ് ഹിഡൻ ജെംസ് ഓഫ്റ്റൻ ഓവർലുക്ക്ഡ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം ചെറിയ സൗന്ദര്യങ്ങളുടെ ഒരു സിമ്പിളായിട്ടാണ് അവിടെ ഈ വയലറ്റ് വരുന്നത്. സബ്ജക്റ്റിവിറ്റി ആൻഡ് പെർസെപ്ഷൻ. The shepherdess' blindness exemplifies Goethe's understanding of subjective realities and how individual perspectives shape our experience. ഇനി ഓരോരുത്തരുടെ അനുഭവങ്ങളും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ യുവതി ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ വയലറ്റിനെ അവൾ ശ്രദ്ധിക്കുന്നില്ല, മറ്റു കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ആ രീതിയിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും പലർക്കും അനുഭവിക്കാൻ കഴിയുകയും കഴിയാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം അവിടെ പോയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. Empathy and compassion. The violet's acceptance of its fate encourages compassion for overlooked suffering and highlights the importance of valuing all aspects of nature. ഇനി അടുത്തത് കമ്പാഷൻ. അതായത് ഈ വയലറ്റ് ഈ യുവതിയുടെ കാൽച്ചുവട്ടിൽ മരിക്കുമ്പോഴും പറയുന്നത് ഇവളുടെ കാൽച്ചുവട്ടിലാണല്ലോ ഞാൻ മരിച്ചത് എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ മരിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഫ്ലവറിനോട് കമ്പാഷൻ തോന്നും. ആ രീതിയിൽ ഇതുപോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സൗന്ദര്യങ്ങളെയൊക്കെ നമുക്ക് ഒന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊരു പ്രേരണ ഇദ്ദേഹം ഈ കവിതയിലൂടെ നൽകുന്നുണ്ട്. ലോസ് ആൻഡ് ഇംപെർമനൻസ്. The poem embodies Goethe's awareness of life's fleeting nature and the potential for beauty to be lost unexpectedly. മറ്റൊന്ന് ജീവിതത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ക്ഷണികതയാണ്. അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, എക്കാലവും നിലനിൽക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വയലറ്റിൽ കാണുന്നത് പോലെ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ജീവിതവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ്. അതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളൊരു ഐഡിയോളജി കൂടി നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫെയിൽഡ് ഐഡിയൽസ് ആൻഡ് ഡിസിൻചാൻമെൻറ്റ്. വീണ്ടും മോഹഭംഗത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഐഡിയൽ ഓഫ് അൺനോട്ടീസ്ഡ് ബ്യൂട്ടി. The violet represents the ideal of intrinsic worth regardless of recognition. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എന്നാണ് പോയറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. Its destruction symbolizes the failure of the ideal, highlighting the harsh reality where beauty often goes unnoticed and appreciated. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇങ്ങനെ നല്ല സൗന്ദര്യമുണ്ടായിട്ടും ഗുണങ്ങളുണ്ടായിട്ടും അതിനാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു മോഹഭംഗത്തിൻ്റെ തീമാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഐഡിയൽ ഓഫ് ഹ്യൂമൻ കണക്ഷൻ.
The poem evokes the hope for a harmonious relationship between humanity and nature. അപ്പോൾ ഈ ഫ്ലവർ ഈ ഒരു യുവതി കടന്നു പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം അവിടെ ആഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. The shepherd's unintentional act of demonstrates the failure of this ideal. അങ്ങനെ ആ ഒരു ഐഡിയലിൻ്റെ കൂടി ഒരു പരാജയം നമ്മളവിടെ കാണുന്നുണ്ട്. കാരണം ഈ കടന്നു പോകുന്ന യുവതി ആ പൂവിനെ ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ കാൽച്ചുവട്ടിൽ ഈ പൂ ഞെരിഞ്ഞമരുകയാണ് ചെയ്യുന്നത്. എക്സ്പോസിങ് ദ പൊട്ടൻഷ്യൽ ഫോർ ഹ്യൂമൻ ആക്ഷൻസ് ടു അൺഇൻറ്റൻഷനലി ഇൻഫ്ലിക്റ്റ് ഹാം. ആ രീതിയിൽ ഈ ഒരു പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ അവിടെ ഉണ്ടാവുന്നില്ല, മറിച്ച് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഹാം ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം പോയിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. Disillusionment with nature. The poem can be seen as a commentary on the harshness of nature, where even harmless actions can lead to unexpected destruction. ഇനി ഈ പ്രകൃതിയിലുള്ളൊരു ഹാർഷ്നെസ്, ക്രൂരത, അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതായത് ഒരു ഹാംലെസ് ആയിട്ടുള്ള ആക്ഷൻ, വെറുതെ നടന്നു പോകുന്നു എന്നുള്ളൊരു ആക്ഷൻ പോലും എന്താണ് പ്രകൃതിയിൽ നാശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രകൃതിയുടെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ദിസ് റിഫ്ലെക്ട്സ് എ ഡിസെൻചാൻമെൻറ്റ് വിത്ത് ദ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് നേച്ചർ ആസ് സോൺലി പീസ്ഫുൾ ആൻഡ് ബെനവലൻറ്റ്. പ്രകൃതി വളരെ ശാന്തമായിട്ട് ഉള്ള ഒരു സങ്കല്പം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു മനുഷ്യൻ വെറുതെ നടന്നു പോകുന്നത് പോലും എന്താണ് പ്രകൃതിയിൽ നാശങ്ങൾ സൃഷ്ടിക്കാം, അത്രമാത്രം ദുർബലമാണ് പ്രകൃതി എന്നുള്ള ഒരു സങ്കല്പം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ഡിസില്യൂഷൻമെൻറ്റ് വിത്ത് ഹ്യൂമൻ പെർസെപ്ഷൻ. The shepherd's blindness represents the failure of people to perceive and appreciate the full spectrum of beauty, leading to a sense of disillusionment with the human limitations. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട് ആളുകൾ പലതും കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളൊരു മോഹഭംഗം കൂടി അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.